ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 6ാമത്തെ ദിവസം ഉണ്ടാകും. കുറച്ച് ദിവസം കുറച്ച് പാടില്ലായിരുന്നു, പനിയൊക്കെ ആയിരുന്നു, അപ്പോൾ കുറച്ച് സ്കിപ്പായി പോയി, ക്ഷമിക്കുക. ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഒപ്പിച്ചേക്കണ എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞു എത്ര ഒപ്പിച്ചിട്ടുണ്ടെന്ന്. സത്യത്തിൽ അത് അവസ്ഥ. അപ്പോൾ ചമരെ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, ഓൺലൈൻ ടാക്സി ഡ്രൈവർ. സോ എൻ്റെ ലൈഫിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ എത്ര രൂപ നമുക്ക് ഒപ്പിക്കുക എന്നുള്ളൊരു ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു ഐഡിയ കിട്ടും. ഇന്ന് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് എന്തൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചമരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. പിന്നെ നമ്മുടെ കുരിശ് പോയിട്ട ഗൈസ്, സീനായി. അത് ഞാൻ കഥ പറയാട്ടോ. പിന്നെ നമുക്ക് CNG അടിച്ചിട്ട് തുടങ്ങാം കേട്ടോ. CNG ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റിനായിട്ട് എവിടെയെങ്കിലും പോയി അടിക്കേണ്ടി വരും. CNG ഉണ്ടാവും, ഈ സമയത്ത് ഉണ്ടാവും CNG. സോ നമുക്ക് ആദ്യം CNG അടിക്കാം, എന്നിട്ട് നേരെ തോപ്പുംപടി ഭാഗത്ത് എവിടെയെങ്കിലും പോയി കിടക്കാം. യെസ്, CNG ആരെയും വണ്ടികളൊന്നും കാണാനില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ആളില്ല. നമുക്ക് എന്തായാലും CNG അടിക്കാം ഗൈസ്. അപ്പോൾ CNG അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടുമെന്ന് നോക്കാമല്ലോ. ഇത് നമ്മുടെ പള്ളുരുത്തി ഭാഗത്തൊക്കെ സർജാണല്ലോ. സോ ഗൈസ്, നമുക്ക് തൊപ്പമ്പടി ഭാഗത്തേക്ക് പോവാം, എന്നിട്ട് ട്രിപ്പും കിട്ടി എറണാകുളത്തേക്ക് പോവാം. ഓ, വണ്ടി ഇടിച്ചല്ല മോനെ, രാവിലെ തന്നെ ഇടി. ഓ, ഫ്രണ്ടിൽ പണി കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മുടെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നൈസായിട്ട് കണ്ടോടാ. നല്ല കോമഡി വ്ളോഗായിരുന്നു. ടയേർഡായിരുന്നു സത്യത്തിൽ. പിന്നെ ആ ടയേർഡിൻ്റെ പുറത്ത് നിങ്ങളോടും സംസാരിച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സമയം പോകണം അറിയില്ല എന്തായാലും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ശരിക്കും ഒരാഴ്ച കഴിഞ്ഞ് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുടെ ഒപ്പം. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പനി പിടിച്ച് സീനായി. പിന്നെ ഇന്ന് 6ാം തീയതി ഇറങ്ങിയേക്കണത്. ഞാൻ സത്യത്തിൽ ഒരു ഏണിങ് ചലഞ്ച് തുടങ്ങിയിട്ട് സത്യത്തിൽ ഒരു 10 ദിവസത്തെ ചലഞ്ചാണ് തുടങ്ങിയത്. എന്നാൽ അത് 6ാമത്തെ ദിവസമാണ്. പക്ഷെ അത് ഒരു മാസമായിട്ടാ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനങ്ങനെ വണ്ടി ഓടാൻ ഇറങ്ങുന്ന ദിവസങ്ങളാണ് അപ്പോൾ നിങ്ങളെ കാണിച്ചേക്കുന്നത്. ഇന്ന് 6th ഡേ ആണ്. ഈ 5 ദിവസം നമ്മൾ ഒപ്പിച്ചേക്കണ എമൗണ്ട് ഞാനിവിടെ കൊടുത്തേക്കാം. എത്ര രൂപ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ ദിവസം ഇന്ന് എത്ര രൂപ ഒപ്പിക്കുമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ഇടയിൽ ഞാൻ കയറ്റിയിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, 6th ഡേ ചലഞ്ചിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. എങ്ങോട്ടേക്കാണെന്ന് ഞാൻ കണ്ടില്ല. നമുക്ക് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ഫസ്റ്റ് ട്രിപ്പ് 218 രൂപ കാണിച്ചത്. യെസ്, ഗൈസ് അപ്പോൾ പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണാടാ. ഗൈസ്, ഫസ്റ്റ് കസ്റ്റമർ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നോട് അധികം മിണ്ടിയൊന്നുമില്ല. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഐ തിങ്ക് ബാക്കിലിരുന്ന് വെച്ചാൽ 3 ചേച്ചിമാരായിരുന്നു കേട്ടോ. ബാക്കിലിരുന്ന് വെച്ചാൽ ഒരു ചേച്ചി എനിക്ക് വന്ന കാസ്റ്റ് മാറാൻ വേണ്ടി ഇരിക്കണമെന്ന് തോന്നുന്നു. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പഠിച്ചുണ്ടാവുന്നതാണ്. എനിക്ക് വന്ന മാമോദീസ പൊങ്ങാൻ വേണ്ടി പോണേണ്ട. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചേച്ചി 8 രൂപ എനിക്ക് ടിപ്പ് വന്നിട്ടാ. 202 രൂപയാണ് കാണിച്ചത്. നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ 218 രൂപ കാണിച്ചെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ 202 രൂപയുടെ. അത് കാരണം ഊബർ അടക്കം ഇങ്ങനെ താങ്ങിത്തരും നമുക്കിട്ട്. എന്നിട്ട് അവർ ബാക്കി 8 രൂപ എനിക്ക് ടിപ്പ് വന്ന് 210 രൂപ വന്നു. സോ നമുക്ക് പത്മ തിയേറ്റർ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചില്ല.
ലൊക്കേഷൻ കാണിച്ചേക്കണത്. ഇന്ന് ചൊവ്വാഴ്ച ഉണ്ടോ, നമ്മുടെ പള്ളിയിൽ നിന്ന് അടിച്ചേക്കണേന്ന് എനിക്ക് തോന്നണം. ഇനി ഇവിടെ നിന്ന് കസ്റ്റമർ എടുക്കുക, ഫോർട്ട് കൊച്ചിയിലേക്ക് കാണിച്ചാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് ലെറ്റ്സ് ഗോ ടു ഫോർട്ട് കൊച്ചി സെക്കൻഡ് ട്രിപ്പ്. ഇതിൽ 220 രൂപ കാണിച്ചേട്ടാ. അതിന് അവിടെ എത്തുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഗൈസ് ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു കേട്ടോ, ഫോറം മാളിലേക്കായിരുന്നു. ഐ കംപ്ലീറ്റ് ദ സെക്കൻഡ് ട്രിപ്പ് ആൻഡ് വി ഏൺഡ് 419 രൂപ കേട്ടോ. 10:30 മണിയായിട്ടുള്ളൂ. ടോട്ടലി 25 കിലോമീറ്റർ ഓടിയിട്ടാ. 419 കിട്ടി. ഫോറം മാളിൻ്റെ അവിടെ ഉണ്ട്. പതുക്കെ വന്നു. പള്ളിയിൽ നിന്നാണ് പിക്ക് ചെയ്തേട്ടാ മേഡത്തിനാ. ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പാക്കി. പറയാൻ മാത്രമൊന്നുമില്ല, നോർമൽ ഒരു കസ്റ്റമറായിരുന്നു, ഒന്നും വേണ്ടിയിട്ടില്ല. സോ വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ച് നിൽക്കാം. ഇനി ഗ്രൗണ്ടിലേക്ക് കയറ്റി ഗൈസ്, ഗ്രൗണ്ടിൽ പോസ്റ്റ് അടിച്ച് നിൽക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ട്രിപ്പൊന്നും കിട്ടിയില്ല. ഒരു റഡാർ വന്നിട്ടാ. അപ്പോൾ അവിടെ 2 ടീം നിൽക്കണ്ടായിരുന്നു, അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല ഗൈസ്. പോയി എല്ലാ വണ്ടിയും പോയിട്ട് ഇവിടെ വന്നപ്പോൾ 3-4 വണ്ടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓട്ടം കിട്ടിപ്പോയി, ഞാൻ മാത്രം. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചാണ്. തൃപ്പൂണിത്തുറയിലേക്ക് അടിച്ചാണ്. ബണ്ടിൽ റോഡ് സീനാണെന്ന് തോന്നണ്ട. ബണ്ടിൽ റോഡ് വഴിയാണ് കയറിയേട്ടാ. ബണ്ടിൽ റോഡ് കയറുമ്പോൾ തന്നെ ഒരാറ്റം കുഴിയുണ്ടായിരുന്നു. പതുക്കെ നോക്കി എടുത്തോണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ പെട്ടാണ് അടി ഇടിച്ചാണ്. റോഡ് കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ കയറുന്ന റോഡ് ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ പിന്നെ 11 മിനിറ്റ് കറങ്ങിപ്പോണ്ടി വന്നാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറ്റി. 150 രൂപ വേണ്ടി ഗൈസ്. കസ്റ്റമർ ആക്കിയിട്ടാ. ഇപ്പം ഒന്ന് റിവേഴ്സ് അടിക്കാൻ വേണ്ടി വന്നേ. നമുക്കിവിടെ എത്രയും മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് ഊബർ തന്നിട്ടോ. യെസ്, നമുക്ക് ഇതിലേക്കൂടെ തന്നെ പോകാനാണ് കാണിക്കുന്നത്. സോ ഈ കസ്റ്റമർ നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. നല്ല കമ്പനിയായിരുന്നു. പ്രായമായിട്ടുള്ള ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ പ്രായമുണ്ടാവും. അവർ നല്ല രീതിയിൽ കുറേ സംസാരിച്ച് നല്ല കമ്പനി ആയിട്ടൊക്കെ വന്നേട്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കൊച്ചിയിൽ പള്ളുരുത്തിയിലാണ് വീട്. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ആൾക്കാരെയൊക്കെ അറിയാട്ടോ. അങ്ങനെ കുറേ സംസാരിച്ച് അവിടെ നിന്ന് ഇവിടം വരെ സംസാരിച്ച് ഹാപ്പി ആയിരുന്നു. ഹാപ്പി കസ്റ്റമറായിരുന്നു. ഇനി കാണാൻ മോനെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോയിട്ടാ. ആൻഡ് വി ഗോട്ട് എത്ര രൂപ കിട്ടി. ഓക്കെ, ഈ ട്രിപ്പും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടെ എത്ര രൂപ കിട്ടിയെന്ന്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചേക്കണ നേരെ പള്ളിമുക്കിലേക്ക് കണ്ട 1.5 കിലോമീറ്റർ പിക്കപ്പ് ചെയ്യാനുണ്ട്. പോസ്റ്റൊന്നും കിട്ടിയില്ല കേട്ടോ. ആകെ ജസ്റ്റ് ഒരു 15 മിനിറ്റ് പോസ്റ്റ് അടിച്ചു, അത്രേ ഉള്ളൂ. വലിയ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ കസ്റ്റമേഴ്സാണ് ഇന്ന് കയറിയേക്കണത്. ഓൺലി നോർമൽ. സമയം കിടക്കണേണ്, വലിയ കഥകൾ വരാൻ കിടക്കണുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ കണ്ടോടാ. പിന്നെ ഇപ്പം കയറിയ കസ്റ്റമർ ചെറിയ കസ്റ്റമർ ഒന്നും ആയിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്ന് വീട്ടിലേക്കാണ് ഞാൻ ചെന്നായിരുന്നു പിക്ക് ചെയ്യാൻ. അപ്പോൾ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈസായിട്ട് ഒരു BMW ചേർത്ത് ഒരു മിനി കൂപ്പർ. അങ്ങനെ അവിടെ വെച്ചിട്ടാ കസ്റ്റമർ. ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കസ്റ്റമർ അടിപൊളിയായിരുന്നു. ഒരു നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ഒരു കസ്റ്റമറായിരുന്നു. കഴിഞ്ഞ കയറിയത് നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും പ്രായമുള്ളതാണെങ്കിൽ ഈ കയറിയത് അപ്പൻ്റെ അമ്മയുടെയും പ്രായമുള്ള ഒരു കസ്റ്റമറായിരുന്നു കേട്ടോ. നൈസ് കസ്റ്റമറായിരുന്നു. നമ്മളിനി ഇവിടെ കൊണ്ടിട്ടു. കസ്റ്റമർ വണ്ടീനെ പറ്റി പറയണമായിരുന്നു. വണ്ടീനെ പറ്റി ചോദിച്ച് പിന്നെ എറണാകുളത്ത് മാത്രം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ട് കുറേ ബ്ലോക്കുകളൊക്കെ വന്ന കണ്ട ബൈക്ക് വന്നണ്ട കണ്ട ഇതൊക്കെ എറണാകുളത്ത് മാത്രം കാണുന്ന കാഴ്ചകളാണ്. ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. സാർ അടിപൊളിയായിരുന്നു, നല്ല മനുഷ്യൻ. പോയി പുള്ളി ഞാൻ അവിടെ ഡ്രോപ്പ് ഇട്ടു. നമുക്കിനി നമുക്ക് 759 രൂപ കിട്ടിയത്.
നമ്മ 9 മണിക്ക് ഇറങ്ങി 12 മണിയായിട്ടുള്ളൂ. 759 രൂപ നമുക്ക് കിട്ടിയാണ്. സോ ഗൈസ്, നമുക്കിവിടെ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ച് കിടക്കാം, എന്നിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇടാനൊന്നും സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ കുരിശി. അടുത്ത ട്രിപ്പ് വരട്ടെ. പ്രത്യേകിച്ച് മാത്രമൊന്നുമില്ല, നല്ല കമ്പനി ആയിട്ടുള്ള നല്ല അടിപൊളി കസ്റ്റമറായിരുന്നു. ബാഡ് അടിക്കുന്ന കസ്റ്റമറൊന്നുമല്ല, നെഗറ്റീവ് കസ്റ്റമറൊന്നുമല്ല കേട്ടോ, ഹാപ്പി കസ്റ്റമർ എന്നൊക്കെ പറയില്ലേ, അടിപൊളി. വന്നു തിരിച്ച് ചോറ്റാനിക്കരയിലേക്ക് തന്നെ ഉണ്ടോ. ഇവിടെ പെട്ടെയാണ് ഞാൻ നിൽക്കേണ്ടത്. അയ്യോ, കസ്റ്റമർ ഓക്കെ, കസ്റ്റമർ അവിടെ വെയിറ്റ് ആണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ചോറ്റാനിക്കര. ട്രിപ്പ് വന്നുകൊണ്ടിരിക്കണേ 259 രൂപയുടെ ട്രിപ്പാണ് കാണിച്ചാണ്. കുറച്ച് ബ്ലോക്കായിരുന്നു ആദ്യം ട്രിപ്പ് പോണത്ര സൈഡൊക്കെ കുറച്ച് ബ്ലോക്കായിരുന്നു. എനിവേ പിക്കേണ്ട കസ്റ്റമർ ഗൈസ്. അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഇവിടെ വന്നേക്കണത്. ഈ കസ്റ്റമർ ഒരു അമ്മയും മോള് വരുന്നുണ്ടോ, നല്ല കസ്റ്റമറായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സായിരുന്നു. ഇന്ന് കയറിയ എല്ലാവരും നല്ല അടിപൊളി കസ്റ്റമേഴ്സായിരുന്നു കേട്ടോ. മീൽസ് റെഡി. I think this is pure veg. I need fish curry. സമയമായി 12:51. ഇനി കുറച്ച് ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ട്രിപ്പ് കിട്ടാൻ. അപ്പം നമ്മൾ 1028 പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇന്നത്തെ കസ്റ്റമറെല്ലാം പറയാൻ മാത്രമൊന്നുമില്ല. കഞ്ഞി കുടിക്കാം നമുക്ക്, നല്ലത്. കഞ്ഞി ഉണ്ടാകുന്നൊക്കെ അറിയാം. കഞ്ഞി കുടിച്ചിട്ട് ഗൈസ്. ആ കുഞ്ഞിക്കടയിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരുന്നടാ, നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു. 90 രൂപ കേട്ടോ. ഒരു ഡബിൾ ഓംലേറ്റും മേടിച്ച്, കടല ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ മോരുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. സെറ്റാണ്. പാവൻ ചേച്ചിട്ടാ. ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചേ മോന് ഊബർ ഓർഡർ ആണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ആദ്യം ചോദിച്ച് മോൻ എന്താ വർക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഇത് എൻ്റെ കാറാന്ന് പറഞ്ഞു. അപ്പോൾ മോന് ടാക്സി ഊബറാണെന്ന് ചോദിച്ചു. ഊബറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി കണ്ട ഒരു അനുഭവം പറഞ്ഞു എൻ്റെ അടുത്ത്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ എന്തോ കൊഴിഞ്ഞിടേ നൈസായിട്ട് ആരോ റോട്ടിൽ നിൽക്കണ്ടായിരുന്നു. ചേച്ചിക്ക് ബുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഓൺ സ്പോട്ടിൽ 1600 രൂപ മേടിച്ചെന്ന് പറഞ്ഞു. ഒരു 6 കിലോമീറ്റർ പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. 6 കിലോമീറ്റർ പോയിട്ടുള്ളൂ മോനെ. എന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് 1600 രൂപ മേടിച്ചെന്ന്. ആരാളാ അത്ര വലിയ ഒടി കൊടുത്തത്? ഷോ, എന്തൊരു തീരാൻ. എന്നിട്ട് ആ ചേച്ചി ഇങ്ങനെ ആപത്ത് സമയത്തൊക്കെ കൂടെ നിൽക്കണ ആൾക്കാർ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവട്ടോ, വിഷമിച്ചോണ്ടാ പറഞ്ഞത്. പക്ഷേ ആ ചേട്ടൻ മരിച്ചു കേട്ടോ. ചോദിച്ച് ചേച്ചി എത്ര മണി വരെ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ 3 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം മുമ്പത്തെ പോലെ കച്ചവടമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ലിമ്മായിട്ടൊരു കുഞ്ഞു ചെക്കനുണ്ടാ. എന്നിട്ട് ചേച്ചി കുറച്ച് കഞ്ഞിവെള്ളം തരുമെന്ന് വെച്ച്. ഞാൻ വിചാരിച്ചു ചേച്ചിനെ പരിചയമുള്ള ആൾക്കാരായിരിക്കുമെന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പുറത്ത് ലോട്ടറി വിൽക്കണ ചേട്ടൻ്റെ 3 മക്കളിൽ ഒരാളാണ്. അപ്പോൾ അവർ ഉച്ചക്കൊന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഞ്ഞിവെള്ളം കുടിച്ചിട്ടൊക്കെയാണ് അവർ നിൽക്കണേന്ന്. എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലല്ലേ. മുമ്പിൽ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ അതൊക്കെ കൺമുന്നിൽ നമ്മൾ കാണാണ്. ഒരു വർക്കിന് ഇറങ്ങുമ്പോഴേ എല്ലാവരുടെയും അനുഭവങ്ങളൊക്കെ നമ്മിങ്ങനെ മുമ്പിൽ കാണേണ്ട വയസ്സ്. അല്ലാത്ത സീനായിപ്പോയി. ആ ചേച്ചിയുടെ കഥ കേട്ടിട്ടാണ് ഞാൻ ആകെ സെൻറ്റായിപ്പോയി. ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഇനിയും വരാട്ടാന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കട. നിങ്ങളിവിടെയൊക്കെ കയറട്ടാ ചേച്ചിക്ക് ഒരു കച്ചവടമൊക്കെ ആകട്ടെ. നൈസ്. അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൽ പോയി ഒന്ന് യൂറിനേറ്റ് ചെയ്ത് ഊബർ ഞാനിപ്പോൾ ഓണാക്കി സെറ്റാക്കി വെച്ചേക്കണം. ഇപ്പോൾ സമയം 1:22 കേട്ടോ. കഞ്ഞി കുടിച്ച് നല്ലോണം വയറാൻ വേണ്ട. ആ ചേച്ചി പിന്നെയും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വേണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മോരിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. വണ്ടി ഇത്ര സൈഡിലാണ് ഇട്ടേക്കണത്, പക്ഷേ അങ്ങോട്ട് ഒതുങ്ങിയല്ല നിൽക്കണത്. ഷോക്ക് ഓണോ ഗൈസ്. 1:45.
മാക്സിമം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിവിടെ നിന്ന് കേട്ടോ, സ്പെൻഡ് ചെയ്തു. ട്രിപ്പ് കിട്ടിയില്ല എന്നിട്ടും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയാനായില്ല, നേരെ മുമ്പോട്ട് പോണേന്ന്. നമുക്കൊരു പേഴ്സണൽ ട്രിപ്പ് വിളിച്ച് തന്നിട്ടാണ് ഇടാ. 3 മണിക്കാണ് ആ ട്രിപ്പ്. ഇപ്പോൾ 1:45 തോപ്പുംപടി ഭാഗത്തു നിന്നാണ്. അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ട്രിപ്പാണത്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാലിയോടിക്ക് പോയാലും സീനൊന്നുമില്ല. പോണ വഴിക്ക് എന്തെങ്കിലും ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ച് ഡ്രോപ്പ് അടിച്ചിട്ട് അങ്ങനെ പോവാടാ. കാരണം ട്രിപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്. നട്ടുച്ച സമയമാണ്, ട്രിപ്പ് ശോകമായിരിക്കും. അപ്പോൾ കിട്ടുന്ന ട്രിപ്പെല്ലാം അറ്റൻഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ചൊക്കെ കാലി ഓടേണ്ടി വരും ചില സമയത്തൊക്കെ. സോ ലെറ്റ്സ് ഗോ ടു തോപ്പുംപടി. പിന്നെ ആ ചേച്ചിയുടെ കഥ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം അവിടെ ഒന്ന് സംസാരിച്ചപ്പോൾ ആ ചേച്ചി ഭയങ്കര വിഷമത്തിലാണ് പറഞ്ഞത്. കാരണം ഇന്ന പോലെ ആദ്യം ഒരു ഓട്ടോടണ ചേട്ടൻ്റെ അടുത്താണ് ചെന്നത്. അപ്പോൾ നെഞ്ചുവേദനയാണ്, ഒന്ന് വരുമോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റൂല അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അതൊക്കെ എന്ത് മനുഷ്യരല്ലേ, ഒരാൾക്ക് നെഞ്ചുവേനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സീനായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ ആ ചേട്ടൻ കുഴഞ്ഞു വീണപ്പോഴാണ് ഇങ്ങനെ ഊബർ വിളിച്ചത്. ഊബർ വിളിച്ചപ്പോൾ അടുത്ത വള്ളി നല്ല രീതിയിൽ പറ്റിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒന്ന് വിളിച്ച് അത് പേഴ്സണൽ ട്രിപ്പ് ഒന്ന് ലാഗാക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് 3 മണിയാണ് പറഞ്ഞാൽ നമുക്കൊരു 4 മണിക്ക് സെറ്റാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പ് കൊടുക്കാം. ഇത് കോലഞ്ചേരിയിലേക്ക് അടിച്ചാണ്. ഹലോ അമ്മേ, എന്താണ് 4 മണിക്ക് വന്നാൽ മതിയാ? ആണോ, എന്നാ ശരി, എന്നാൽ അതേ വന്നെയാണ് അങ്ങോട്ട്. അത് നമുക്ക് പേഴ്സണൽ ട്രിപ്പാണ്, എപ്പോഴും കിട്ടുന്ന ട്രിപ്പാണ്. അപ്പോൾ ഇനി കളയാൻ പറ്റില്ല. കാരണം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ വരേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ട്രിപ്പ് ക്യാൻസൽ അടിച്ച് കളയാം, അല്ലാതെ രക്ഷയില്ല. ഞാനിന്ന് ഓടാൻ ടാർഗറ്റ് ഇട്ടേക്കണത് എല്ലാ ദിവസത്തെയും പോലെ 2500 ആണ്ടോ. മിക്കപ്പോഴും ഞാൻ 2500 ടാർഗറ്റ് ഇടുന്നത്. ചില ദിവസങ്ങളിൽ 3500 കയറിപ്പോയിട്ടുണ്ട്, ചില ദിവസങ്ങൾ 2000 എത്തിയിട്ടില്ല. സോ ഞാൻ ഈ ട്രിപ്പ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതും നമുക്ക് അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടുന്ന ഒരു ട്രിപ്പാണ് ഈ പേഴ്സണൽ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ആണ്. ഞാനിത് ആക്സെപ്റ്റ് ചെയ്തത് ആ സ്ഥലം കണ്ടില്ല. ഞാൻ ഓൾറെഡി സ്പെക്സ് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് സ്ഥലം കണ്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ പെട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ കോലഞ്ചേരിയിലോട്ടുള്ള ട്രിപ്പായിരുന്നത്. അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. എടുത്തിട്ട് ക്യാൻസലാക്കി കളഞ്ഞു. ക്യാൻസലാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രയോറിറ്റി കുറയും. ഒരിക്കലും നമ്മൾ ക്യാൻസലാക്കി കളയരുത്. നമ്മൾ പോകുന്ന ദിശയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ട് പനമ്പള്ളി നഗറിലേക്ക് അടിച്ചേക്കണത്. അതിൽ നമുക്ക് സമയമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒന്നും കൂടി ഓണാക്കിയിട്ട് ലൊക്കേഷൻ പറ്റിയ നേവിഗേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. ആ ട്രിപ്പ് ഇങ്ങോട്ടാണ് കിട്ടിയത്, ലൈക്ക് പനമ്പള്ളി നഗറിലേക്കാണ് കിട്ടിയത്. ഗൈസ്, ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ. ഇപ്പം നമുക്ക് 1202 രൂപയായിട്ടാ. 2:34 ആയപ്പോഴത്തേക്കും ആ ഒരു ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാ. ഇനി നേരെ നമ്മുടെ തോപ്പുംപടിയിലേക്കാണ്. ഇനി എവിടെയും നിർത്താനോ ഒന്നിനും സമയമില്ല നമുക്ക്. ഇനി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവും, നമ്മുടെ പേഴ്സണൽ ട്രിപ്പ് വള്ളിയാവും. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ടേക്കാം. ഞാൻ ഇപ്പോൾ തേവര ഭാഗത്താണ്ടിരിക്കുന്നത്, നമ്മുടെ പനമ്പള്ളി നഗറില്ലേ, അതിൻ്റെ റെയിൽവേ ക്രോസിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3-4 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. സെറ്റാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. ഇനി കസ്റ്റമറെ പിക്ക് ചെയ്യുക, നേരെ പനമ്പള്ളി നഗർ, അതായത് നമ്മൾ ഇപ്പോൾ കാലിയോടി വന്നില്ലേ, അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളൂടാ? 750 റുപ്പീസാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഇതിലേക്ക് കൂടി പോകണ, അല്ലെ വാത്രത്തിൽ കൂടി പോണ ട്രെയിൻ കാണുന്നത്. ബ്ലോക്കായി ഗൈസ്, ബ്ലോക്കായി. ഗൈസ്, വൗച്ചർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 750 റുപ്പീസ് നമുക്ക് ഇപ്പം തന്നെ കിട്ടൂല. നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 2 ദിവസം അങ്ങനെ കഴിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇത് ബാങ്കിലെ പേഴ്സണലോട്ട് വരുന്നു. സോ അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഊബറിൽ 1200 പ്ലസ് 750 നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നു. സമയം ഇപ്പോൾ 3:40 കേട്ടോ. ഇങ്ങനെ പേഴ്സണൽ ഓട്ടോ ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് സീനില്ല. കാരണം
നമ്മുടെ EMI ഒക്കെ നൈസായിട്ട് ഇങ്ങനെ ബാങ്കിലെ പേഴ്സണലോട്ടവും ഇങ്ങനത്തെയൊക്കെ വരുമ്പില്ലേ, അക്കൗണ്ടിലേക്ക് ഒരു തുക പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് വരുമ്പില്ലേ, നമുക്ക് ആ ഒരു ടെൻഷൻ മാറി കിട്ടും. അതുകൊണ്ട് മാക്സിമം പേഴ്സണലോട്ടങ്ങൾ സെറ്റാക്കാൻ നോക്കാം. പേഴ്സണലോട്ടം എങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടണം. കൈസ് 400 രൂപ ഒരു ട്രിപ്പ് അടിച്ചിടാ. സ്ഥലം എനിക്ക് മനസ്സിലായില്ല എങ്ങോട്ടേക്കാണെന്ന്, ആവശ്യം നോക്കാടാ. അയ്യോ വണ്ടി ലോക്കായി പോവോ ഗൈസ്. അയ്യോ മനക്കെട്ട പാട്ട് കയറി വന്നിട്ടുണ്ടല്ലോ. 1584 രൂപ. 400 രൂപ കാണിച്ചാൽ 1200 ഉണ്ടായിരുന്നു. 300, 400, 500, 380 രൂപ സംതിങ് നമുക്ക് കിട്ടിയിട്ടുള്ളൂടാ. സീനില്ല. എന്നാലും ഒരു 20-25 കിലോമീറ്ററിനടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. വന്ന സ്ഥലം ഇത്തിരി ടെറർ സ്ഥലത്താണ് നമ്മൾ വന്നേക്കണത്. ഫുള്ള് കാടാണ്. എന്നാൽ വഴി വരെ മറന്നു പോയിട്ടുണ്ട് ഞാൻ. ഇതാണ് വഴി. മച്ചാൻ്റെ ബൈക്കിൻ്റെ പുറകെ പോവാം. പോവല്ലേ മച്ചാനെ, ഞാനും മഞ്ഞ വന്ന വഴി വരെ ഞാൻ വിട്ടുപോയി. കുറെ കാട്ടിക്കൂടിയൊക്കെ കയറിയാ വന്നത്. ഇത് ഏതാ സ്ഥലം? മറ്റേ മാമലയില്ലേ, മാമല ആ ഭാഗത്താണ്ടാ. നമ്മുടെ മുളന്തുരുത്തിയും ചോറ്റാനിക്കരയുടെയും ഭാഗത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം നമ്മുടെ വാൽപ്പാറ ചുരം പോലത്തെ ഒരു കയറ്റോട്ടാ. കറക്റ്റാ കയറ്റത്തിൽ കൊണ്ട് കുഴിയുമ്പോൾ ചെയ്യും. സീൻ ഇതൊരു നമ്മുടെ പള്ളുരുത്തി ഭാഗത്തു നിന്ന് വാട്ടർലാൻഡ് റോഡിൽ നിന്നാണ്ടാ കയറിയത്. ചീത്ത ട്രിപ്പാണ്ടത്. കയറിപ്പോണ്ടിട്ട വണ്ടി. വണ്ടി നൈസായിട്ട് കയറി സെറ്റ്. ഞാൻ വിചാരിച്ചില്ല സെക്കൻഡിലേക്ക് ഇങ്ങനെ കയറുമെന്ന്. പിന്നെ വന്ന വഴി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കണം. അവിടെ ഇതിലേ കൂടിയാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് വന്നത്. ഈ പെങ്കൊച്ചി വണ്ടി കയറിയിട്ട് ഭയങ്കര പാട്ടായിരുന്നു. ഒറ്റക്കാണ് കയറിയിട്ടാ. ഭയങ്കര പാട്ടായിരുന്നു. ഞാനെന്ത് പാട്ട് വെക്കാത്തത് കൊണ്ട് ഇനി പാട്ട് പാടിയതായിരിക്കാം. എന്നെ പാട്ട് പാടി കാണിച്ചു തന്നിട്ട് ചേട്ടൻ അങ്ങനെയെങ്കിലും ഒരു പാട്ട് വെക്കട്ടെ എന്നുള്ള രീതിയിൽ ഇനി പാട്ട് പാടിയതാണോ എന്ന് എനിക്കറിയില്ല. ഒന്നും നോക്കിയില്ല. ഞാൻ മറ്റേ പാട്ട് വെച്ച് കൊടുത്ത്, മോഹൻലാലിൻ്റെ വലുതായൊരു മരത്തിൻ്റെ മുകളിൽ ചെറുതായൊരു ചില്ലിക്കൊമ്പേ, ആ സാധനം വെച്ച് കൊടുത്ത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഡുമ്പുടുപ്പും താളം പിടിക്കണാണ് സെറ്റ്. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. വേറെ പാട്ടൊന്നും വെച്ച് കൊടുത്തില്ല. വെച്ച് കൊടുക്കണ പാട്ടൊക്കെ വേറെ മൂട് പാട്ടൊക്കെ വെച്ച് കൊടുക്കുള്ളൂ. സീനായിരുന്നില്ല. ആ കാട്ടിക്കൂടി പോയപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ആനയൊക്കെ ഇറങ്ങണ കാടാണോ, സീനാവോ, തിരിച്ചു പോകാൻ നേരത്ത് ആന വരുമോ? ഏയ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആനയെന്ന്. പക്ഷെ ഇവിടെയൊന്നും ആന ഇറങ്ങൂലെന്ന് എനിക്ക് തോന്നണേട്ടാ. പൈനാപ്പിളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പൈനാപ്പിളൊക്കെ തിന്നാൻ വരുമായിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. അന്ന വഴിക്ക് കുറച്ച് ആനപ്പിണ്ടം കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പിന്നെ അവിടെ ഉത്സവത്തിന് വന്ന ആനപ്പിണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിവേ നല്ലൊരു കസ്റ്റമറായിരുന്നു. പൈസയും കിട്ടി. അവർ പോയിട്ടാ. ഞാൻ ചോദിച്ചു തിരിച്ചങ്ങോട്ട് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല ഏട്ടാ, ഇല്ല. ഓക്കെ തീർന്നു, വെടിക്കെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് ട്രിപ്പ് കിട്ടുമോ ഇല്ലെന്ന് ദൈവത്തിനറിയാം, ദൈവം തമ്പുരാനറിയാം. അങ്ങനെയൊക്കെ ആയിരുന്നു കൈസ്. ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ, അല്ലെങ്കിൽ ചളി അടിച്ച് പോകണം നോക്കണം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട് ഇന്ന് ഇവിടെ വന്നത്. ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് ടോയ്ലറ്റ് കണ്ട. ഞാൻ പറഞ്ഞത് ഇതാണ് അമ്പലം. ആനപ്പിണ്ടം കണ്ട. പക്ഷെ ഇവിടെ നിന്ന് ആന ഇറങ്ങണ സ്ഥലമില്ല. ടോയ്ലറ്റ് എൻ്റെ ദൈവമേ, എന്താണ് ബാക്കിലൊരുത്തൻ മാനം നോക്കി വന്നു നോണ്ട. സ്കിഡടിച്ച് ബാക്കിൽ നിന്ന് വണ്ടി കെട്ടെല്ലാം കൊണ്ട് ചാർജ് തിണ്ടി. ബാക്കിലൊരു ചായക്കടയുണ്ട്, അവിടെ പോയി നമുക്കൊരു ചായ കുടിക്കാം. രണ്ട് പുഴുങ്ങിയ മുട്ടയും മേടിച്ച് കഴിച്ച് ഒരു ചായയും കുടിച്ചിട്ടാ
30 രൂപ. ആക്റ്റീവായി, നല്ല രീതിയിൽ ആക്റ്റീവായി. കറക്റ്റായിട്ട് അപ്പം തന്നെ ഒരു ട്രിപ്പ് ഓടിച്ചിട്ടുണ്ട്. നേരെ ചോറ്റാനിക്കരയിലേക്ക് കാണിക്കുന്നത്. സ്ട്രൈറ്റ് തന്നെ കാണിക്കണത്. നമ്മ ചോറ്റാനിക്കരയിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം മൊത്തം. ഒരു കൊതുക് കയറിയിട്ടുണ്ടെന്ന്, അത് പോണില്ല. കുറച്ചേരം തുറന്നിട്ടേക്കാം. എന്താ മോനെ ഉദ്ദേശിക്കണം? ഞാനേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ നോക്കിയായിരുന്നു ആ കൊതുകിനെ. എന്നിട്ട് അവനെ കാണൂല. അവൻ നമ്മ വണ്ടി ഓടിക്കുമ്പോൾ മാത്രം വന്നിട്ട് പറ്റിച്ചേ എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ കിടന്നിങ്ങനെ. നമുക്ക് ഒന്നാതെ സീനാവല. ചെറിയൊരു ഒബ്ജക്റ്റ് കിടന്നിങ്ങനെ മാറി പറയുമ്പോൾ വട്ട് പിടിക്കും നമുക്ക്. എനിവേ ഞാൻ ഈ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ചോറ്റാനിക്കര അമ്പലത്തിനോട് ചേർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർ ചോറ്റാനിക്കരയിലേക്ക് തന്നെയായിരുന്നു കേട്ടോ, ടെമ്പിളിലേക്ക് തന്നെയായിരുന്നു. ഇനി നമുക്ക് വണ്ടി വളച്ച് ഇവിടെ എവിടെയെങ്കിലും ഇടാട്ടോ. നല്ലൊരു നമ്പർ നോക്കി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് തരി ഐശ്വര്യമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് എടുക്കണത്. ശരിയാണ്, ഓക്കെ. ഒരു വിധം കണക്കൂട്ടിൽ തരാനേ പറ്റുള്ളൂ. അതേ മതി. ആദ്യമായിട്ടാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ഞാനൊരു ലോട്ടറി എടുത്തേക്കണേടാ. അടിക്കോ ഇല്ല നമുക്ക് നാളെ എന്തേക്ക് നോക്കാം. ഇന്നിപ്പോൾ 6-ാം തീയതി കണ്ടാ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. 5-ാം മാസം കേട്ടോ. 1750 രൂപ 63 പൈസ ഇട്ടാ. ഇനി നമുക്ക് നോക്കാം വല്ലതൊക്കെ നടക്കുമോ നോക്കാം. CNG തീർന്നിട്ടാ. അതായത് 142 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ CNG കാലിയായി. നേരെ ഡച്ചിറയിലേക്കാണ്ട് അടിച്ചാണ് കാക്കനാട്. നമ്മുടെ അടുത്ത് തന്നെ പുള്ളി നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഗൈസ്, ഏതൊക്കെ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഞാൻ വന്നത്. അവിടെ അടിപൊളിയാണല്ലോ. ഞാൻ വന്നിട്ടുണ്ട്, മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ ആയിരുന്നു. രാത്രി ആയി കഴിഞ്ഞപ്പോൾ വേറെ വൈബ്. ഇപ്പം കയറിയത് മറ്റേ ചോറ്റാനിക്കരയിൽ നിന്ന് ഒരു തമിഴ് ഫാമിലി ഉണ്ടോ. അതായത് ഒരു ഭാര്യയും ഭർത്താവും. ആദ്യമായിട്ടാണ് എന്നൊരാൾ സാറേന്ന് വിളിക്കുന്നത്. സത്യം. ഇതെങ്ങോട്ടേക്കാണ്? കലക്കൽ പാലാരി വട്ടം. കിട്ടിയില്ല. ട്രിപ്പ് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കണായിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും മുമ്പ് തന്നെ ട്രിപ്പ് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കണായിരുന്നു. പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് നമ്മളെ ഒരാൾ സാറേ എന്ന് പറഞ്ഞു വിളിച്ചു. ദൈവമേ, ഇൻഫോ പാർക്കിൽ നിന്നുള്ള അടിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇപ്പം പോകുന്ന ടവറിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു. നമുക്ക് വളക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. മേളിൽ കയറിയപ്പോഴും പണി കിട്ടിയത്. കാക്കനാടൊക്കെ ഈ സമയത്ത് വന്നാലേ നമ്മൾ നരകിച്ച് ചാവും. എന്ത് ബ്ലോക്കായിരുന്നു അറിയോ ഗൈസ്. രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. അയ്യോ, കസ്റ്റമറെ പാലാരിട്ടതുകൊണ്ട് ഡ്രോപ്പ് അടിച്ച് കഴിയണം. എത്ര നേരം പിടിക്കുമെന്ന് ദൈവത്തിന് അറിയാടാ. ഇപ്പം സമയം പിക്ക് ചെയ്യണത് 7:03 കേട്ടോ. പാലാരി വട്ടം വരെ ഡ്രോപ്പ് ഇടാൻ എത്ര നേരം പിടിക്കുമെന്ന് നിങ്ങൾ കണ്ടോട്ടാ. എൻ്റെ പൊന്ന് ഗൈസ്, 7:36 കേട്ടോ. ഇതിൽ 7:40. ഞാൻ ഇതിലെ സമയമാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഡ്രോപ്പ് ഇട്ട സമയമാണ് ഈ കാണുന്നത് കേട്ടോ. 7:40. പൊന്നോ, ഇന്ന് നേരെ പോയി CNG അടിക്കാം. അരമണിക്കൂർ എൻ്റെ പെട്രോൾ കത്തിപ്പോയി. ആകെ 183 രൂപ എങ്ങാണ്ടാണ് കിട്ടിയേക്കണം. ഈ അരമണിക്കൂർ ഞാൻ ആ ബ്ലോക്കിൽ കിടന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട്. വട്ടെന്നൊക്കെ പറയൂലേ. ശരിക്കും അവിടെ നിന്നൊക്കെയുള്ള ട്രിപ്പ് ആ സമയത്തൊക്കെ പോയി കിട്ടിക്കഴിഞ്ഞാണെങ്കിലേ പെട്ടു. അവസ്ഥ എന്നൊക്കെ പറഞ്ഞ മുട്ടന അവസ്ഥ. പിന്നെ കസ്റ്റമറെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ പറയാൻ മാത്രമൊന്നുമില്ല. കുറച്ച് ജാടയൊക്കെ പിടിച്ച ഒരു കസ്റ്റമർ, ഒരു ലേഡി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോണ മൂഡാണ്. സീൻ ഡാർക്കാണെന്ന് മനസ്സിലായി. ഐസപ്പാ, പരിപാടി ഞാൻ നിർത്തണയാണ്. ഞാൻ ഓൾറെഡി നേവിഗേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് വീടിനെ അങ്ങോട്ട്. പിന്നെ ട്രിപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ലക്ക് എന്ന് പറയാം. കാരണം അതിന് ബാക്കിലോട്ട് നമുക്ക് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് വീട്ടിലൊന്നും കയറണ പരിപാടി ഉണ്ടാവില്ല. അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടി ആ 3/4 മണിക്കൂർ പിടിച്ചത്. അമ്മ അങ്ങോട്ട് തന്നെ തിരിച്ച് ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലേ പോയി തീർന്നു പടമൈനാൻ. സോ ഗൈസ്, ഞാൻ നേരെ വീട്ടിലേക്ക് കയറാണ്. ടയേർഡായി. രാവിലെ 9 മണിക്ക് ഇറങ്ങിയല്ലേ.
അപ്പോൾ 8-8:30 വീടെത്തുമ്പോൾ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറൈൻ ഡ്രൈവിലേക്ക് 179 എടുത്തേക്ക കളയാനുള്ള ട്രിപ്പ് മിക്കടിച്ചേക്ക. എന്ത് നോക്കാൻ 150 രൂപയില്ലേ. 2500 എത്തിയില്ല ഗൈസ്. 2466. പിന്നെ ഒരു 750 ഉണ്ട് ഇടാ. പിന്നെ ഈ ഒരു കസ്റ്റമർ നമുക്ക് ദൈവം കൊണ്ടുവന്നേണ്ട ലാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ടിപ്പൊന്നും തന്നല്ലടാ. പക്ഷേ നാളൊരു വലിയൊരു ചാകരടിച്ചിട്ടുണ്ട്. നാളൊരു അത്തിരപ്പള്ളി ട്രിപ്പ് ഞാൻ കൺഫേം അടിപ്പിച്ചിട്ടുണ്ട്. സെറ്റ്. അവർ വണ്ടർലയിലേക്ക് പോകാൻ വേണ്ടിയാണ് വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾ അത്തിരപ്പള്ളി പോയാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് വലിയ ലോങ് അല്ലേ, 150 കിലോമീറ്ററൊക്കെ ഇല്ലേ, അത്ര ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ 45 കിലോമീറ്ററേ ഉള്ളൂ, നിങ്ങൾ എന്താണ് ഈ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ തരാം, കോണ്ടാക്ട് മീ എന്ന് പറഞ്ഞു സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്ക് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ തന്നെ പോയി കളയാന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് സീനാണെന്ന് പറഞ്ഞു. തോപ്പമ്പടിക്കും കൂടി കിട്ടിയാണിടാ. പിള്ളേരുള്ളതുകൊണ്ട് സീനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നാൽ നമുക്ക് സാർ വിളിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ രാത്രിക്കുള്ളിൽ ഞാൻ സമയം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ നമുക്കൊരു ട്രിപ്പ് നൈസായിട്ട് കിട്ടിയിടാ. അത്തിരപ്പള്ളി നാളെ 7th day വാസ് അത്തിരപ്പള്ളി. ഈ കസ്റ്റമർ വന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു 5-8 പേര്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇവർ തന്നെയാണ് ബുക്ക് ചെയ്തേക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ വണ്ടിയുടെ നമ്പറൊക്കെ നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവരെന്നെ ഇങ്ങനെ സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിൽക്കണ ആൾ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾ വിളിച്ച വണ്ടി ഏതാണ്, ഇത്ര ലഗേജസ് ഒക്കെ ആയിട്ട് ഇത് എങ്ങനെ പോകാനാണെന്ന് ഞാൻ ചോദിച്ചിട്ടാ. അപ്പോൾ അവർ പറഞ്ഞു 3 ലഗേജേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഡിസയർ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇർട്ടിക ബുക്ക് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 3 പേരെ വന്നുള്ളൂ, ബാക്കി 3 ലഗേജേ ഉള്ളൂ മോനെയെന്ന് പറഞ്ഞു. ലൈക്ക് മോനെ എന്നുള്ള രീതിയല്ല, 3 ലഗേജേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിടാ. ഞാൻ പറഞ്ഞ അതാണ് ശരിക്കും ഡിസയറാണ് ബുക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വണ്ടിയല്ല ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ക്യാൻസൽ ചെയ്യാല്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലഗേജ് എവിടെയെന്ന് ചോദിച്ചു. ചെന്ന് നോക്കിയപ്പോൾ ചെറിയ ബോക്സാണ്. ഞാൻ പറഞ്ഞ എന്നാൽ 3 എണ്ണം ഇവിടെ കയറ്റി വെച്ചോ, കൊണ്ടുണ്ടോ അത് ഓർത്തു. അങ്ങനെ ട്രിപ്പ് കയറ്റി. കാരണം അവരിങ്ങനെ ചോദിച്ചു ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അതിവിടെ ഉണ്ടാ കസ്റ്റമർ. ദൈവമേ പെട്ട. ഗൈസ് ഇപ്പം കയറിയത് സീൻ കസ്റ്റമറായിരുന്നു ഗൈസ്. 250 രൂപ കിട്ടിയിട്ടാ. പക്ഷെ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ വള്ളിയാണ് ഞാൻ പിടിച്ചത്. ഞാനാ 1 വേ കൂടി എടുത്തല്ല, 1 വേ കൂടി എടുത്ത് ഞാനപ്പോൾ ഓട്ടോ ഒക്കെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ കൂടി. അപ്പോൾ അങ്ങനെ പോകണണ്ടിട്ടാണ് ഞാൻ വണ്ടി എടുത്തേട്ടാ. ഈ രാവിലത്തെ സമയത്ത് അതിലേ കൂടിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവും. കാരണം രാവിലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് 1 വേ സീനാവും, മനസ്സിലായോ? ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് രാത്രിയല്ലേ, മീൻസ് ഇരുട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഈ രാത്രിയൊക്കെ അതിലേ കൂടി പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും മാക്സിമം പോയിട്ടുണ്ടാവും വണ്ടിയൊക്കെ ഓടുന്ന ആൾക്കാർ. ഇത് 1 വേ ആണെന്ന് കണ്ടുകൊണ്ട് ഈ കസ്റ്റമർ കൊളംബോ ജംഗ്ഷനിലാണ് നിന്നേ ചേട്ടാ. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഈ കസ്റ്റമർ ലൊക്കേഷൻ ഇട്ടേക്കണ ഇവിടെയല്ലേ. നമുക്ക് മാപ്പ് കാണിച്ചു തന്ന വഴിയും 1 വേ ആണ് കാണിച്ചു തന്നത്. നമുക്ക് ആകെ കൺഫ്യൂഷനായി സീനായി പോകല. ലാസ്റ്റ് ഞാൻ ചെന്ന് നിന്ന് കസ്റ്റമർ അവിടെ നിന്ന് നടന്നു വന്ന് ഒരു സാറും ഫാമിലി 2 മക്കളും വരുന്നു കേട്ടോ. അപ്പോൾ പതുക്കി സംസാരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറേ സോറി ട്ടാ, അവിടെ 1 വേ ആയിപ്പോയി. അപ്പോൾ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടക്കും, ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കയറ്റി നിർത്തിയേട്ടാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എഴുതി കൊടുത്തേക്കാലാന്ന്. ഞാൻ പറയാം എന്ത്, അല്ല ഞാൻ പോലീസാണെന്ന്. പെട്ടെന്നൊക്കെ പറയില്ലേ, ആസാന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഞാൻ പറഞ്ഞ പൊന്നെ സാറേ, നമുക്ക് മാപ്പ് കാണിച്ച് തന്നെ വഴി കൂടിയല്ലേ പോകാൻ പറ്റുള്ളൂ, ഇതിപ്പോൾ പറ്റിപ്പോയി, സോറി നാറ്റിക്കരുതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു
റൂൾസ് എല്ലാം ഒബേ ചെയ്യണം കുറേയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യാറുണ്ട് സാറേ, ഇതിപ്പോൾ നമ്മ കസ്റ്റമർ സീനാവും, അല്ലെങ്കിൽ ഇറങ്ങി കഴിയുമ്പോൾ കസ്റ്റമർ നെഗറ്റീവ് അടിക്കും. ഇതിപ്പോൾ ഫൈൻ അടക്കണ പോലീസുകാരൻ തന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ട്രാപ്പായി പോയി സാറേ, ക്ഷമിക്കുന്നു പറഞ്ഞു. ആള് പറഞ്ഞു സീനൊന്നുമില്ല, പക്ഷേ മാപ്പിൽ അങ്ങനെ വഴി കാണിച്ചു തന്നെ എന്താണെന്ന് പുള്ളിനെ കാണിച്ചു കൊടുത്താൽ പുള്ളിക്ക് മനസ്സിലായി സീനാണ് മോനെ എന്ന് പറഞ്ഞു. ഫൈൻ വരാനുള്ള വഴിയൊക്കെ നിനക്ക് വരും, നീ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ ഫൈൻ നിനക്ക് എത്തിയിരിക്കുമെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ പിന്നെ കമ്പനിയായി സംസാരിച്ച് ഇങ്ങോട്ട് പോകുന്നുട്ടാ നൈസായിട്ട്. സാറ് സീനൊന്നുമില്ല, സാറ് അടിപൊളി മൈൻഡാണ്. സാറെൻ്റെ അടുത്ത് പറഞ്ഞു റൂൾസൊക്കെ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ വന്ന വഴി അറിയില്ല, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉപദേശിച്ച് നല്ലൊരു മനുഷ്യനായിരുന്നു. പോലീസുകാരൊക്കെ ഇങ്ങനെ വേണം, തെറ്റ് ഓൾറെഡി ചെയ്ത് അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗാണ് അതൊക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് ഇനി വലിച്ചു നീട്ടി കൊളവാക്കുന്നില്ല. 2631 2500 നമ്മുടെ ടാർഗറ്റും കഴിഞ്ഞ് ഒരു 750 നമ്മൾ ഒപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അധികം വലിച്ചു നീട്ടി ഞാൻ കുളമാക്കുന്നില്ല. എത്ര രൂപ ഉണ്ടാക്കി? ഇത്രയും രൂപ നമ്മൾ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. ഇതെങ്ങനെയാണെന്ന് കാണാത്തവർ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണാട്ടാ. ബൈ ബൈ. പിന്നെ ഇന്നത്തെ അടിപൊളി കസ്റ്റമർ ഏതാന്ന് വെച്ചാൽ പോലീസുകാരൻ തന്നെ ഇരുന്നിട്ടാ. പെട്ടുപോയി എന്നൊക്കെ പറയില്ലേ, ആ സാധനം. നല്ല അടിപൊളി കോമഡി ആയിരുന്നു, മക്കളൊക്കെ ഇരുന്ന് ചിരിക്കായിരുന്നു. പെട്ടുപോണ അവസ്ഥയില്ലേ, ഇവന് ഞാൻ തന്നെ എഴുതി കൊടുക്കേണ്ടി വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് അല്ല ഞാൻ പോലീസാളാ. പെട്ടില്ലേ പെട്ട്. എൻ്റെ അമ്മോ ചെറുതായിട്ട് ഒന്ന് നാണം കെട്ട്. നാളത്തെ 7th ഡേയുടെ ചലഞ്ച് നമുക്ക് അതിരമ്പള്ളി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 8th ഡേ ആയിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ 7th ഡേയിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ട് അതെല്ലാം ഞാൻ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു 8th ഡേ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരണേടാ. എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമൻ്റൊക്കെ അടിക്കട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോയിലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.